ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അരി കുതിർക്കേണ്ട, കപ്പി കാച്ചേണ്ട, നല്ല വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ഈസ്റ്റും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ മൊരിഞ്ഞ പാലപ്പം ഉണ്ടാക്കിയിട്ടെടുക്കുക. പാലപ്പത്തിന് വേണ്ടിയിട്ട് ഡബിൾ ഹോഴ്സിന്റെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് പത്തിരി, ഇടിയപ്പം, പാലപ്പം എല്ലാം ഉണ്ടാക്കിയിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു 1.5 കപ്പ് പൊടി എടുക്കുന്നുണ്ട് പാലപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് തേങ്ങയോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തേങ്ങയാണ്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി ഭാഗമാണ് തേങ്ങ എടുക്കേണ്ടത്. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്ക് 3/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ അളവിൽ തന്നെ 3/4 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. പൊന്നി അരി അല്ലെങ്കിൽ സോന മസൂരി അങ്ങനെയൊക്കെ ആണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഗിദ്ദ റൈസാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് സൈഡൊക്കെ മൊരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങാവെള്ളം എടുത്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് 2 ദിവസം വെച്ചതാണ്. ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്ത് തന്നെ വെക്കണം കേട്ടോ. ഒരുപാടങ്ങ് പുളിച്ചു പോയിട്ടൊന്നുമില്ല. ഇനി തലേ ദിവസത്തെ ദോശമാവ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതുകൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡ, ഇനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാത്ത കാരണം നമ്മുടെ പാലപ്പം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്. 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരുമിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോകുമെന്ന് വിചാരിച്ചാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതങ്ങ് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കി നോക്കാം. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് പാകത്തിന് തന്നെ കേട്ടോ. അത്ര മതി ലൂസാക്കൽ. ഒരുപാട് കട്ടി കൂടി കഴിഞ്ഞാലും നമുക്ക് അപ്പം നന്നായിട്ട് കിട്ടൂല. ലൂസാവാനും പാടില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് കഴുകിയിട്ടുള്ള വെള്ളം കളയരുത്, അതവിടെ എടുത്തു വെക്കുക. നാളെ നമുക്ക് വേണമെങ്കിൽ അത് ഒഴിച്ചിട്ട് ലൂസാക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാലോ പശുവും പാലോ ഒഴിച്ചിട്ട് നമുക്കിത് കട്ടി കുറച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ് അപ്പത്തിന്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒന്നിൽ ഇതുപോലെ തവി വെച്ചിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു ചൂട് ഇതിന് നല്ലതാണ്. അപ്പത്തിന് നല്ലൊരു അപ്പായിട്ട് കിട്ടും. കുറച്ച് നേരം തന്നെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഒന്നുകൂടെ ലൂസായ പോലെയുണ്ട് നമ്മൾ മിക്സ് ചെയ്യും തോറും. ഇനി നമ്മളിത് അടച്ചു വെക്കുക. തണുപ്പ് ടൈമാണെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിലാണ് വെക്കാറ് അരച്ച് വെച്ച മാവ്. ഇപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. രാത്രിയിൽ ഒരു 12 മണിയാകുമ്പോഴാണ് ഇത് അരച്ച് റെഡിയാക്കി വെച്ചത്. രാവിലെ 7:45 മാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ചേർത്താലുള്ള മാവ് പോലെ പുറത്തേക്കങ്ങും പൊങ്ങിയിട്ട് പോകുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈസ്റ്റ് ചേർത്ത മാവാണെങ്കിൽ ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യാനൊന്നും പാടില്ലല്ലോ. ഇനി ഇതാ പാന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. സാധാരണ പാലപ്പം പോലെ ഞാൻ നടു അങ്ങ് കട്ടി കൂട്ടി അങ്ങനെയല്ല ചുറ്റിച്ചെടുക്കുന്നത്. നടു കട്ടി കൂടി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ വെച്ചാൽ ചുറ്റുഭാഗത്തു നിന്നൊക്കെ കഴിച്ചിട്ട് നടുഭാഗം അവിടെ വെച്ചിട്ട് പോവാറാ ചെയ്യാറ് കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, ഇവിടെ മക്കളൊക്കെ അങ്ങനെയാണ്. നടു അങ്ങനെ ഒരുപാട് കട്ടി പാടില്ല അവർക്ക്. ഇപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചുറ്റുഭാഗമൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ മൊരിയിച്ചെടുക്കുക. അതല്ലാതെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. ഇനി നമുക്കിത് അടുത്തതും ഒഴിച്ചു കൊടുക്കാം. ചില സമയങ്ങളിൽ നമ്മൾ അപ്പം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ടൈമിൽ ഈസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മൾ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. ദോശ ഇഡ്ഡലിയൊക്കെ ചുടുന്ന ടൈമിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതി. എന്തായാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ അപ്പം. അപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ അധികം മൊരിയിക്കാതെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ചുട്ടെടുക്കുക. സാധാരണ നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക.
ഈ ഒരു രീതിയിൽ ചെയ്താലും നമുക്ക് ലാസ്റ്റ് വരെ നല്ലൊരു അപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഇരിക്കും തോറും ഈ ഒരു മാവ് ഒന്നുകൂടെ നന്നായിട്ട് വരിക ചെയ്യുക. ആദ്യം ചുട്ട അപ്പം ഉണ്ടല്ലോ, അത് ഞാൻ കട്ടൻ ചായയുടെ കൂടെ നല്ല മൊരിഞ്ഞ അപ്പമായിരുന്നു കിട്ടുന്നത്. അപ്പം ഞാനത് അപ്പത്തിനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കഴിക്കണത്. ചിലർക്കാണെങ്കിൽ കറി തന്നെ വേണമെന്ന് നിർബന്ധമാണല്ലോ. അതേപോലെ ഇത് കറിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ എനിക്ക് ഗ്രീൻ പീസ് കുറുമ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് അടുത്ത അപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മുട്ട റോസ്റ്റ് ആയിരുന്നു. എനിക്ക് വീഡിയോ എടുക്കണോണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് റെഡിയാക്കിയത്. കുറുമൊക്കെ ആകുമ്പോൾ നമ്മൾ അതിലേക്കുള്ള തേങ്ങാപ്പാലൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ലേറ്റ് ആവില്ല എന്ന് വിചാരിച്ചാണ് അത് ഉണ്ടാക്കിയത്. അങ്ങനെ അതാ അടുത്ത അപ്പവും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള മാവ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പാനിൽ ഓട്ടടയുടെ ഷേപ്പിലും ഉണ്ടാക്കിയിട്ടെടുക്കാം. എനിക്ക് ഈ ഒരു അളവിൽ ചെയ്തപ്പോൾ 12 പാലപ്പാണ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി നടുവൊക്കെ നല്ല കട്ടിയിലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ 1.5 തവി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ എണ്ണത്തിലും അതുപോലെ തന്നെ കുറഞ്ഞു വരും. ഇനി ദോശമാവില്ലെങ്കിൽ അത് ചേർക്കാതെ ഉണ്ടാക്കുക. അപ്പോൾ തേങ്ങാവെള്ളം ഒരു 2 ദിവസം കൂടി നമ്മൾ പുളിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ അപ്പം റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. എല്ലായ്പ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ തന്നെ നമ്മുടെ ലാസ്റ്റത്തെ മാവാണ് ഈ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് വരെ നന്നായിട്ട് തന്നെ കിട്ടുന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ഹോളുകളോട് കൂടിയിട്ട് തന്നെ ലാസ്റ്റ് വരെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാവ് ഉണ്ടാക്കി വെച്ചാലും നമുക്ക് ലാസ്റ്റ് ആവുന്നത് വരെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ചുട്ടെടുക്കാൻ പറ്റും. അങ്ങനെ അതാ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. മുട്ട റോസ്റ്റിൻ്റെ കൂടെയാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.